ആകാശം നിന്നെന്നൊരു പൊന്മാനം മേലെ കണ്ടു കാണാൻ കുളിർമഴ കാട്ടു ചെമ്പകം പൂത്തോട്ടെ നാട്ടു തത്തമ്മ കേട്ടോട്ടെ നീ ഏറ്റവും തെന്നാണേ. നിങ്ങളൊരു പെണ്ണാണോ? നിങ്ങൾക്ക് അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കണോ? നല്ല ഫോളോവേഴ്സിനെ വേണോ? അങ്ങനെയെങ്കിൽ ഞാനൊരു എളുപ്പവഴി പറഞ്ഞു തരട്ടെ. അത്യാവശ്യം നല്ലോണം ക്യൂട്ട്നെസ് വാരി എറിയുന്ന കുറച്ച് വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുക. ഇതേപോലെ ആകാശം നിന്നെന്നൊരു പൊന്മാനം മേലെ കണ്ടു കാണാൻ കുളിർമഴ കാട്ടു ചെമ്പകം പൂത്തോട്ടെ നാട്ടു തത്തമ്മ കേട്ടോട്ടെ തീ എനിക്കുള്ള തെന്നാണ് കാത്തു കിട്ടിയ മുത്താണ് തേടി കിട്ടിയ പൊന്നാണ് കട്ടെടുത്തൊരു മോഹ സ്വത്താണ്. ക്രഷ് അടിച്ചില്ലേ? എനിക്കും ചെറുതായിട്ട്. എന്നാൽ ക്രഷ് അടിക്കാൻ വരട്ടെ, കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ഇതേപോലെ ചെയ്യുക. ഇനി നിങ്ങൾ രണ്ടാമത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാണെങ്കിൽ നാട്ടിൽ അത്യാവശ്യം ഈ ഡ്രഗ് ഡീലിങ്സ് ഒക്കെ നടത്തുക. നിങ്ങൾ അതായത് പച്ചക്ക് പറഞ്ഞാണെങ്കിൽ കഞ്ചാവും ഇണ്ടമ്പയും വിൽക്കുക. അങ്ങനെ വിറ്റ് കഴിഞ്ഞാണെങ്കിൽ രണ്ടാണ് നിങ്ങൾക്കുള്ള ബെനിഫിറ്റ്. ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ പിടിക്കപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടികൾ സമ്പാദിക്കാം. ഇനി രണ്ടാമത്തെ ബെനിഫിറ്റ്, അഥവാ നിങ്ങൾ പിടിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സിനെ സമ്പാദിക്കാം. എങ്ങനെയുണ്ട് ഐഡിയ? എങ്ങനെ നോക്കിയാലും ലാഭമുള്ള പരിപാടിയാണ്. ഇനിയിപ്പോ അഥവാ നിങ്ങൾ പിടിക്കപ്പെട്ടാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് കുറച്ച് കാലം കഴിഞ്ഞാണെങ്കിൽ ഈ കേസ് ഒന്ന് കൂരി വരാൻ പറ്റും. അങ്ങനെ ഊരി വന്നാണെങ്കിൽ പിന്നുള്ള ശിഷ്ടകാലം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ പുതിയതായിട്ട് കയറിയ ഫോളോവേഴ്സിനും വെച്ച് കുറച്ച് പ്രൊമോഷനും പിടിച്ച് ജീവിക്കാലോ. എന്താലേ, ഞാൻ ചുമ്മാ പറഞ്ഞതല്ല കേട്ടോ. ഇപ്പൊ കുറച്ച് കാലമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് ഇതാണ്. ഇത് തുടങ്ങിയത് എപ്പോഴാണെന്ന് വെച്ചാണെങ്കിൽ ഒരു മാസം മുന്നേ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, സഫ്ന എന്ന് പറയുന്ന പെൺകുട്ടിയെ ഇതേമാതിരി ലഹരിയുമായി പിടിച്ച സമയത്ത് അവള് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്യൂണ്ടസ് ഇട്ട് മെഴുകുന്ന ഒരു വീഡിയോ ഈ സോഷ്യൽ മീഡിയയിൽ വൻ വൈറലായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതേപോലെ MDMA കേസിൽ ഏത് പെണ്ണിനെ പിടിച്ചാലും അവർക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ വൻ വൈറലായി മാറുകയും അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ഫോളോവേഴ്സ് കയറുകയും ചെയ്യുന്ന ഒരു സ്ഥിതിഗതിയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് ഫാത്തിമ നസ്രീൻ എന്ന് പേരുള്ള ഒരു പെൺകുട്ടി. ഇവള് കോഴിക്കോട് സ്വദേശിനിയാണെന്നാണ് പറയപ്പെടുന്നത്. 3 കിലോ MDMA ആണ് ഇവളുടെ വാഹനത്തിൽ നിന്നും പിടിച്ചെടുത്തത്. എത്രയാണ് 3 കിലോ? 2 ദിവസം മുന്നേ ഇവളുടെ കേസ് ന്യൂസ് ചാനലൊക്കെ അത്യാവശ്യം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ആള് രാജസ്ഥാനിൽ നിന്നൊക്കെയാണ് പോലും സാധനം ഇറക്കുമതി ചെയ്തത്. എന്തായാലും റീസെയിൽ ഇതുമായി ബന്ധപ്പെട്ടു എന്നുള്ള ന്യൂസ് നമുക്കൊന്ന് കണ്ടുനോക്കാം. വിപണിയിൽ 3 കോടിയിലധികം വിലമതിക്കുന്ന 3 കിലോ 300 ഗ്രാമുമായാണ് 2 പേരെ എക്സൈസ് സംഘം പിടികൂടിയത്. കൊണ്ടോട്ടി കച്ചേരിക്കൽ സ്വദേശി മുഹമ്മദ് ഷെഫീഖ്, അടിവാരം സ്വദേശിനിയും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറുമായ ഫാത്തിമ. ഇത് തന്നെയല്ലേ ലെവൽ? ആളാകെ മാറിപ്പോയല്ലോ. ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിലുള്ള ആളും ഈ ന്യൂസിൽ കണ്ട ആളും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ട് അല്ലേ? ഇൻസ്റ്റാഗ്രാം ഫിൽറ്ററുകളുടെ ഒക്കെ ഓരോരോ ഗുണമേ. എന്തായാലും ബാക്കി കണ്ടോക്കാം. ഇന്റലിജൻസ് വിഭാഗത്തിന് ലഭിച്ച കൃത്യമായ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വിശദമായ പരിശോധനയിലാണ് ലഹരി ശേഖരം കണ്ടെത്തിയത്. കാറിന്റെ ബോണറ്റിനുള്ളിൽ അതിവിദഗ്ധമായാണ് മയക്കുമരുന്ന് പാക്കറ്റുകൾ ഒളിപ്പിച്ചിരുന്നത്. പന്തീരങ്കാവിലേത് കേരളത്തിലെ ഏറ്റവും വലിയ വേട്ടയെന്ന കോഴിക്കോട് എക്സൈസ് കമ്മീഷണർ ജിമ്മി ജോസഫ് 24നോട്. വാഹനത്തിൽ ഇവിടുന്ന് പോയി ആ വാഹനത്തിൽ തന്നെ കൺസീൽ ചെയ്ത് കൊണ്ടുവന്ന് അതിനുശേഷം മംഗലാപുരം ഭാഗത്ത് വെച്ചിട്ട് ഈ പറഞ്ഞ പെൺകുട്ടിയെ ഇങ്ങോട്ട് കൂട്ടി ഇങ്ങോട്ട് കടത്തിക്കൊണ്ട് വരികയാണെന്നാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. 3 കോടിന്റെ ഡ്രഗ്സ് ഒക്കെ രാജസ്ഥാനിൽ ഇങ്ങോട്ട് കടത്തിക്കൊണ്ട് വരുന്നുണ്ടെങ്കിൽ ഇവൾക്ക് ചില്ലറ ധൈര്യം പോരാ കേട്ടോ. ഇവൾക്കൊക്കെ ഇതെങ്ങനെ സാധിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിവേ, ഇത് 2 ദിവസം മുമ്പേ നടന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ഈ ടോപ്പിക്ക് എടുത്ത് ചർച്ച ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ റീസെന്റ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി. നമ്മൾ എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇപ്പൊ ഈ പിക്ചറിൽ കാണുന്ന ഫാത്തിമ, അവള് ഫോളോവേഴ്സ് ആദ്യം ഈ കേസിന്റെ മുമ്പ് ഫോളോവേഴ്സ് കുറവായിരുന്നു. ഈ കേസിൽ പിടിക്കപ്പെട്ടപ്പോൾ ഒരുപാട് ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതിന്റെ അൽഗോരിതം എന്താന്ന് എനിക്ക് ഇത്ര നേരമായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനിപ്പം 2-3 സ്ക്രീൻഷോട്ട്സ്, ഞാൻ ഒരുപാട് അങ്ങനെ റിയാക്ഷൻ വീഡിയോസോ കാര്യങ്ങളോ ഒരു കാര്യത്തെക്കുറിച്ച് അങ്ങനെ ഡീപ്പായിട്ട് പറയാത്തതാണ്. പക്ഷെ ഇത് കണ്ടിട്ട് എനിക്ക് എന്തോ പോലെ, കാരണം തെറ്റ് ചെയ്തിട്ടും ആളുകൾ ഫോളോസ് കൂടുകയാണ്. ഓരോ സെക്കൻഡും ആളുകൾ ഫോളോസ് കൂടിക്കൊണ്ടിരിക്കുക. എന്ത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഇവരെ പോലുള്ള ആളുകളെ ഫോളോ ചെയ്യുന്നത്? ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇതൊന്നും അറിയാതെ ഫോളോ ചെയ്തത് പോട്ടെ, ഇത് അറിഞ്ഞിട്ടും ഫോളോ ചെയ്യുന്ന എന്ത് ലോജിക്കാണ് ഇതിലുള്ളത്? ആർക്കെങ്കിലും എനിക്ക് പറഞ്ഞതാ. കാരണം ഞാനിപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് ലിസ്റ്റിലായിക്കോട്ടെ മ്യൂച്വൽസിലായിക്കോട്ടെ ഞാൻ ഒരുപാട് ആളുകൾ കണ്ടിട്ട് നമ്മളെ ഫോളോ ചെയ്യുന്നത്. സോ ഐ എം ആസ്കിങ് വാട്ട് ഈസ് അതിന്റെ തിയറി എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഫോളോവേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ മുമ്പത്തെ ഫോളോവേഴ്സും അതിന്റെ മുമ്പ് ഇപ്പോഴത്തെ ഫോളോവേഴ്സും ഞാൻ ഇട്ട് തരാം ജസ്റ്റ്. ഓക്കെ, അപ്പൊ എന്തിന്റെ ബേസിലാണ് അവൾക്ക് ഇത്രയും ഫോളോവേഴ്സ് കയറുന്നതെന്നല്ലേ?
ചിലപ്പോൾ സാധനം ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ഫോളോ ചെയ്ത് വെക്കുന്നതാവും. കാരണം ചില്ലറ ക്വാണ്ടിറ്റി ഒന്നുമല്ലല്ലോ അവളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത്. 3 കോടിന്റെ സാധനല്ലേ, അപ്പൊ അവളുടെ കയ്യിൽ കുറെ സാധനം കാണും. അല്ലാണ്ട് ഇപ്പൊ എന്താത്തിനൊക്കെ പറയാ. എന്നാലും കുത്തനാണ് ഇവൾക്ക് ഫോളോവേഴ്സ് കയറുന്നത്. ഇപ്പൊ ഞാൻ ഈ കാണിച്ച വീഡിയോയിലെ സ്ക്രീൻഷോട്ടിൽ കാണിച്ചത് ഇവൾക്ക് 15.5K ഫോളോവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന നിമിഷം ഇവളുടെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് 25.5K ആയി. ഒരൊറ്റ ദിവസം കൊണ്ട് 10K ഫോളോവേഴ്സ് അങ്ങോട്ട് കൂടി. റോക്കറ്റ് വിട്ട മാതിരിയാണ് ഇവൾക്ക് ഫോളോവേഴ്സ് കയറുന്നത്. ഇങ്ങനെ പോവാണെങ്കിൽ ഒരാഴ്ചനെ കൊണ്ട് ഇവള് 1 lakh അടിക്കുന്നു തോന്നുന്നു. എന്ത് കണ്ടിട്ടാണോ എന്തോ. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഇതൊരു ട്രെൻഡ് ആയി കഴിഞ്ഞു എന്നുള്ളത്. ഏതെങ്കിലും ലഹരി കേസിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാണെങ്കിൽ, അതൊരു വാർത്ത ആയി കഴിഞ്ഞാണെങ്കിൽ, പിന്നെ അവൾ ഇൻസ്റ്റാഗ്രാം ഐഡി തപ്പി പോവുക, അവൾക്ക് ഫോളോവേഴ്സ് കൂട്ടി കൊടുക്കുക, ഇതിപ്പോ ഒരു ട്രെൻഡായി മാറിക്കഴിഞ്ഞു. എന്തായാലും അതിനിടയിൽ മറ്റൊരു സംഭവം നടന്നു കേട്ടു. അതായത് ഈ പറയുന്ന ലഹരിയുമായി പിടിയിലായിട്ടുള്ള ഫാത്തിമ നസ്രിന്റെ കൂടെ അവസാനമായി ഫോട്ടോ ഇട്ട ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയും മൊത്തമുള്ള ഫോട്ടോ ഇപ്പോഴും ഫാത്തിമ നസ്രിന്റെ പ്രൊഫൈലിൽ കിടക്കുന്നുണ്ട്. ഞാൻ ആ ഫോട്ടോ സൈഡിൽ കൊടുക്കാം. ഇപ്പൊ നിലവിൽ ആ പെൺകുട്ടിക്കും നല്ല രീതിയിൽ തെറിവിളി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ തെറികൾ ഒരുപാടായതോടെ ആ പെൺകുട്ടി തന്നെ ഇപ്പൊ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും പുള്ളിക്കാരിക്ക് പറയാൻ എന്താന്നുള്ളത് കണ്ടോക്കാം. ഞാൻ തന്നുവാണ്. അപ്പോൾ ഇത് ആരും സ്ക്രോൾ ചെയ്യല്ലോ കേട്ടോ. എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം പറയാണ്ട്. ഇല്ല ചെയ്യൂല, മോള് പറ. ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിലും ന്യൂസ് ചാനലിലാണെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ ഫുള്ളും വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പന്തിരങ്കാവിന്ന് MDM പിടിച്ചത്. അതിലുള്ള ആ ഗേൾ എന്ന് പറഞ്ഞ ഫാത്തിമ നസ്രിന്റെ ഒരു ഫ്രണ്ടാണെന്ന് വിചാരിച്ചിട്ട് ഓളെ കൂടെ ഉള്ള ഒരു ഫോട്ടോ ഓളെ ഇൻസ്റ്റയിൽ ഉണ്ടായിരുന്നു. ഇതിൽ സീൻ എന്താണെന്ന് വെച്ചാൽ ഓളും ഇൻസ്റ്റയിൽ വീഡിയോ ഒക്കെ ഇടുന്ന ആളാണ്, ഞാനും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടലുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ വീഡിയോയും പോസ്റ്റും ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഈ ഒരു പ്രശ്നം വെച്ചിട്ട് ഓളെ കൂടെ നടക്കുന്ന ആൾക്കാർ അതുപോലെ അന്ന് സൊസൈറ്റി ഒന്നായിട്ട് ജഡ്ജ് ചെയ്തുകൊണ്ട് എനിക്ക് അത്രയും സൈബർ ബുള്ളിങ് വരുന്നുണ്ട്. മെസ്സേജ് ആണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും അത്രയും ഒരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണ് മെസ്സേജ് വരുന്നത്. ഈ അത് പിന്നെ സ്വാഭാവികം. ആളുകൾ അവളുടെ പ്രൊഫൈലിൽ കയറി നോക്കുന്ന സമയത്ത് ആദ്യം കാണുന്ന ഫോട്ടോ എന്താണ്? താങ്കളോടൊപ്പം നിൽക്കുന്ന ഫോട്ടോയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആളുകൾ നിങ്ങളെ തെറി വിളിക്കുന്ന സ്വാഭാവികമാണ്. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. ഈ കാര്യങ്ങൾ നിങ്ങൾ അറിയുന്ന മാതിരി തന്നെയാണ് ഞാനും അറിഞ്ഞത്. ഇൻസ്റ്റാ തുറന്നു നോക്കിയപ്പോഴും യൂട്യൂബ് തുറന്നു നോക്കിയപ്പോഴാണ് ഈ പ്രശ്നം ഞാനും അറിയുന്നത്. അപ്പൊ നിങ്ങൾ ഒരാളെ കാര്യം അറിയാണ്ട് അങ്ങനെ മോശക്കാരാക്കണ അത്ര നല്ല സ്വഭാവമല്ല. ഇതിലിപ്പോ എന്റെ ചെറിയ കുട്ടീനെ വരെ ആൾക്കാർ ജഡ്ജ് ചെയ്ത് പറയാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതത്ര ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാനും ഓളൊരു ഒരു ഫ്രണ്ട് ആയിരുന്നു എന്ന് മാത്രം. അതിലുപരി ഓളെ പേഴ്സണൽ കാര്യങ്ങളൊന്നും അറിയേണ്ട കാര്യം എനിക്കില്ല. ഓളത് യൂസ് ചെയ്യുന്നുണ്ടോ, ഓളത് വിൽക്കുന്നുണ്ടോ, അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഞാൻ ജസ്റ്റ് ഫ്രണ്ട് ആ ലെവലിൽ വീഡിയോ എടുക്കുന്നത്, ഫോട്ടോ ഇടുന്നത്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സും തമ്മിൽ ഇടുന്ന മാതിരി തന്നെയാണ് ഞാൻ ഇട്ടത്. അതിന് എത്ര മോശമായ രീതിയിൽ എൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്യണതും എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കണതും എനിക്ക് ഇൻസ്റ്റ ഒന്നും തുറക്കാൻ തന്നെ കഴിയണില്ല. ഇൻസ്റ്റ, വാട്സപ്പ്, ഫോണൊന്നും തുറക്കാൻ കഴിയില്ല. അത്രയും സൈബർ ബുള്ളിങ് ഇപ്പം എനിക്ക് വരുന്നുണ്ട്. ഒരു 4-5 മണിക്കൂറിന് എടുക്കുക അത്രയും സൈബർ ബുള്ളിങ് എനിക്ക് വരുന്നുണ്ട്. ഒരാളെ കാര്യം അറിയാണ്ട് തെറ്റുകാരാക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ പെൺകുട്ടി പറയുന്നത്. ഇവൾക്ക് ഇപ്പൊ ഇരിക്കപ്പുറത്ത് കിട്ടാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന നിമിഷം വരെയും ഫാത്തിമ നസ്രിന്റെ അക്കൗണ്ടിൽ ഇവളുടെ കൂടെയുള്ള ഫോട്ടോ കിടപ്പുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഫാത്തിമ നസ്രിന് ഫോൺ കൈ കിട്ടിയിട്ടുണ്ടാവില്ല. ഇല്ലായിരുന്നെങ്കിൽ ആദ്യം തന്നെ ഇവളത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചേനെ. എന്തായാലും ഈ വീഡിയോ ചെയ്ത പെൺകുട്ടി ആള് പാവാണ് കേട്ടോ. ഇവളുടെ അക്കൗണ്ട് ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇവളെന്തോ ബീച്ചിൽ പെർഫ്യൂം ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരു പെണ്ണാണ്. അത് വെച്ച് ജീവിതം അങ്ങ് തട്ടിമുട്ടി കൊണ്ടുപോകുന്ന ഒരാളാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും അവളെ ചീത്ത വിളിക്കാൻ നിൽക്കരുത്. അവരവരുടെ വൈക്കങ്ങ് ജീവിച്ചു പോയിക്കോട്ടെ. ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇവരൊന്നും ചിന്തിച്ച് കാണില്ലല്ലോ ഇത് ഇങ്ങനെ ഒരു പുലിവാല് വരാൻ പോകുന്നുണ്ട് എന്നുള്ളത്. എന്തെന്നാലും അത് അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് കോഴിക്കോട് തന്നെ നടന്ന മറ്റൊരു വാർത്ത കൂടി കണ്ടു നോക്കാം. കോഴിക്കോട് ഉള്ളേരിയിൽ ലഹരി മരുന്ന് വേട്ട. 11.83 ഗ്രാം യും 5.44 ഗ്രാം കഞ്ചാവുമായി യുവതിയും യുവാവും പിടിയിൽ. കൊയിലാണ്ടി സ്വദേശി ഫിറോസ്, പയ്യന്നൂർ സ്വദേശി ശീതൽ ശിവദാസ് എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായത്. ബാലുശ്ശേരി റേഞ്ച് എക്സൈസ് ഉദ്യോഗസ്ഥരാണ് ഇവരെ പിടികൂടിയത്. വിൽപ്പന നടത്താനാണ് ലഹരി എത്തിച്ചത് എന്നാണ് പ്രാഥമിക വിവരം. ഓക്കെ, ശീതൾ എന്നങ്ങാനുമാണ് ഈ പെൺകുട്ടിന്റെ പേരെന്ന് പറയുന്നത്. ഇവളുടെയും അവസ്ഥ ഇതേപോലൊക്കെ തന്നെയാണ്. ഇവളെ ലഹരിയുമായി പിടിക്കുന്ന സമയത്ത് ഇവൾക്ക് ഉണ്ടായിരുന്ന ഫോളോവേഴ്സ് എന്ന് പറയുന്നത് 3K ഫോളോവേഴ്സ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇവൾക്ക് 7K ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. ഒറ്റയടിക്ക് 4K ഫോളോവേഴ്സ് കൂടി എന്നുള്ളതാണ്. എന്താണ് ഇവിടുത്തെ ആൾക്കാർക്ക് പറ്റിയെന്നുള്ളതാണ്. ഇപ്പൊ ഇതേപോലെ കഞ്ചാവും ലഹരിയും ഒക്കെ ആയി പിടിക്കുന്ന ക്യൂട്ടീസിനാണ് ഇപ്പൊ ഇവിടെ മാർക്കറ്റ് എന്ന് തോന്നുന്നു. അവരെയാണ് ഇപ്പൊ ആളുകൾ കൂടുതൽ ഫോളോ ചെയ്യുന്നത്. ഇതൊരു ഡേഞ്ചർ ആയിട്ടുള്ള ട്രെൻഡ് ആണെന്ന് പറയാതെ വയ്യ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്താണെന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.